ഒരു നേരം പോലും വയറ് നിറച്ച് കഴിക്കാനുള്ള ഭക്ഷണമില്ലാതിരുന്ന ഒരു ബാലൻ. ഇന്ന് അവൻ്റെ പേര് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നരുടെ പെരുമയുടെ അടയാളമാണ്. റോൾസ് റോയ്സ്. ഒരു നേരം പോലും ഭക്ഷണം തികച്ച് കഴിക്കാനില്ലാതിരുന്ന ഒരു ബാലൻ. അയാളുടെ പേര് ഇന്ന് സമ്പന്നതയുടെ അടയാളമായി മാറി. ആ കഥയാണ് ഞാൻ പറയുന്നത്. ഹെൻറി റോയ്സിൻ്റെ കഥ. 1863 ഇംഗ്ലണ്ടിലെ പീറ്റർബർഗിലായിരുന്നു റോയ്സ് ജനിച്ചത്. പരമദാരിദ്ര്യമായിരുന്നു. കുടുംബം മക്കളെ പഠിപ്പിക്കാനോ നല്ല ഭക്ഷണം കൊടുക്കാനോ സാധിക്കാതിരുന്ന റോൾസിൻ്റെ അമ്മ അവനെ പല ജോലിക്കയച്ചു. ന്യൂസ് പേപ്പർ വിറ്റും ടെലിഗ്രാം ബോയിയായി പണിയെടുത്തുമായിരുന്നു കഷ്ടപ്പാടും ദുരിതവും നിറഞ്ഞ ജീവിതം റോയ്സ് താണ്ടിയത്. അപ്പോഴും സ്വപ്നം കാണാൻ റോയ്സ് ഭയപ്പെട്ടതേയില്ല. ഉറക്കത്തിലല്ല കേട്ടോ, ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം കണ്ടു. അങ്ങനെ 14-ാമത്തെ വയസ്സിൽ ഗ്രേറ്റ് നോർത്തേൺ റെയിൽവേ വർക്സിൽ അപ്രന്റീസ്ഷിപ്പിനായി റോയ്സിന് അവസരം ലഭിച്ചു. കിട്ടിയ ഓരോ അവസരവും നന്നായി ഉപയോഗപ്പെടുത്തി. എഞ്ചിനീയറിംഗിൽ മികവ് പുലർത്തിയ റോയ്സിന് ഒരു ഇലക്ട്രിക് പവർ കമ്പനിയിൽ ജോലി ലഭിച്ചു. ജോലിക്കപ്പുറം എഞ്ചിനീയറിംഗ് രംഗത്ത് പുതുമ കൊണ്ടുവരണമെന്ന ആഗ്രഹത്തിൽ സുഹൃത്തിനോടൊപ്പം ചേർന്ന് പുതിയൊരു കമ്പനി തുടങ്ങി. ഡോർബെല്ലുകളും ഡൈനാമോകളും ഒക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയായിരുന്നു അത്. ബിസിനസ് ഭേദപ്പെട്ടു തുടങ്ങിയപ്പോൾ റോയ്സ് ഒരു സെക്കൻഡ് ഹാൻഡ് ഫ്രഞ്ച് ഡെക്കോവില്ല വാഹനം സ്വന്തമാക്കി. എന്നാൽ ആ വാഹനത്തിനുള്ള പോരായ്മകൾ റോയ്സിനെ അലോസരപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. എന്താ ഇങ്ങനെ വരാൻ പാടില്ലല്ലോ. ഡെക്കോവില്ല കൂടുതൽ മെച്ചപ്പെടുത്തി പുതിയ വാഹനം ഉണ്ടാക്കണമെന്ന് റോയ്സിന് ആഗ്രഹം തോന്നി. അങ്ങനെ പെട്രോൾ എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന പുതിയ വാഹനത്തിന് റോയ്സ് രൂപം നൽകിയ വാഹനത്തിന് 10 HP മോട്ടോർ കാർ എന്നാണ് റോയ്സ് ഇട്ട പേര്. ആ കാറിൻ്റെ വിശേഷങ്ങൾ കേട്ടറിഞ്ഞാണ് കാറുകളുടെ കാര്യത്തിൽ അതീവ താല്പര്യക്കാരനായിരുന്ന ചാൾസ് സ്റ്റുവർട്ട് ലോർഡ് റോൾസ് ഹെൻറി റോയ്സിനെ തേടിയെത്തുന്നത്. 1904 മെയ് 4-നാണ് ബ്രിട്ടനിലെ മാഞ്ചസ്റ്ററിൽ വെച്ച് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടുന്നത്. റോയ്സിൻ്റെ കാർ ടെസ്റ്റ് ഡ്രൈവ് നടത്തി റോൾസ് പറഞ്ഞു, റോയ്സ്, താങ്കളെ പോലെ ഇതുപോലെയുള്ള കാറുകൾ എത്ര വേണമെങ്കിലും നിർമ്മിച്ചോളൂ താങ്കൾ. റോൾസ് റോയ്സ് കാർ എന്ന പേരിൽ അത് വിൽപ്പന നടത്താൻ ഞാൻ തയ്യാർ. ഇനി റോൾസ് റോയ്സ് കാർ കാണുമ്പോഴെല്ലാം നിങ്ങൾ ആ ബാലനെ കൂടി ഓർമ്മിക്കണം. ഭക്ഷണം കൃത്യമായി കഴിക്കാനില്ലാതിരുന്ന ഒരു ദാരിദ്ര്യകാലമുണ്ടായിരുന്ന, ഒരു പട്ടിണിക്കാലമുണ്ടായിരുന്ന ഒരു ബാലനെ. അത്രയും പ്രതികൂല സാഹചര്യത്തിലും സ്വപ്നം കാണാനും സ്വപ്ന സാഫല്യത്തിനായി കഠിനാധ്വാനം ചെയ്യാനും റോയ്സ് എന്ന ബാലൻ കാണിച്ച ധൈര്യമാണ് റോൾസ് റോയ്സ് എന്ന ആഡംബരത്തിൻ്റെ അവസാന വാക്കായി മാറുന്നത്. ഒന്നും വെറുതെ വരുന്നതല്ല. there is no free lunch in the world. ആർക്കും അങ്ങനെ സൗജന്യമായി കിട്ടില്ല നമ്മുടെ ഈ ലോകത്ത്. പണിയെടുത്തേ മതിയാവും. പക്ഷെ പണിയെടുക്കുന്നതിനോടൊപ്പം സ്വപ്നം കാണാനും കൂടെ സാധിച്ചാൽ നിങ്ങൾ റോൾസ് റോയ്സിനെ പോലെ സ്വപ്നങ്ങളുടെ രാജകുമാരനായി തീരും.